ഹലോ ഗൈസ്, ഇന്നൊരു ക്രൈം സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞ് ജോലിക്കായി പോയിരുന്ന പ്രിയ 2009 രാജീവ് എന്ന വ്യക്തിയെ പ്രണയിക്കുന്നു. അദ്ദേഹത്തെ വിവാഹം ചെയ്തു തരണമെന്ന് അവൾ തന്റെ മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അവർ അതിനെ വിസമ്മതിക്കുകയും താൻ പറയുന്ന ആളെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നു. വേറെ വഴിയില്ലാതെ പ്രിയ രാജീവുമൊത്ത് ഒളിച്ചോടുകയും അവർ വിവാഹം ചെയ്ത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് എന്ന സ്ഥലത്ത് താമസം ആരംഭിക്കുകയും ചെയ്തു. കൃത്യം 1 വർഷത്തിന് ശേഷം സുന്ദരിയായ പെൺകുഞ്ഞ് അവർക്കുണ്ടായി. എല്ലാം അവസാനിച്ചു. തന്റെ ജീവിതം വളരെ സുഖപ്രദമായും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നുവെന്ന് പ്രതീക്ഷിച്ച പ്രിയ അറിഞ്ഞില്ല അതൊരു ദുഃഖത്തിന്റെ തുടക്കമാണെന്ന്. അന്ന് വരെ കൃത്യമായി ജോലിക്ക് പോയിരുന്ന രാജീവ് തങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചതിന് ശേഷം ജോലിക്ക് പോകാതാവുകയും മദ്യപിച്ച് വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത് കണ്ടും കേട്ടും ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോയ പ്രിയ വേറെ വഴിയില്ലാതെ 2010 ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നു. തുടർന്ന് അവർ വേർപിരിയുകയും പ്രിയ തന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. പ്രിയയ്ക്ക് കുഞ്ഞ് ജനിച്ചപ്പോഴും അവളുടെ ജീവിതം കയ്പ് നിറഞ്ഞതായി മാറിയ സാഹചര്യത്തിലും പ്രിയയുടെ ഒരു ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യാത്ത മാതാപിതാക്കൾ തങ്ങളെ വിട്ടെറിഞ്ഞു പോയ നിനക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് അവളെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. വേറെ വഴികളില്ലാതെ അപ്പോഴും ധൈര്യം ചോർന്നു പോകാതെ പ്രിയ തന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം ഉപയോഗിച്ച് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസം ആരംഭിച്ചു. അങ്ങനെ അടുത്ത വീട്ടിലെ ചഞ്ചലിനെ പരിചയപ്പെട്ടു. അതുവഴി തൊട്ടടുത്തുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ ജോലി ലഭിച്ചു അവൾക്ക്. അങ്ങനെ ജോലിക്ക് പോയും തന്റെ കുഞ്ഞിനെ വളർത്തിയും ചഞ്ചലിനോട് തന്റെ ജീവിതത്തിൽ നടന്ന ഓരോ സംഭവങ്ങളും പറഞ്ഞും പതിയെ പ്രിയയുടെ ജീവിതം പഴയപടിയാകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് നീ എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമെന്നും നിനക്കൊരു ജീവിത പങ്കാളി വേണം, നീ ഒരു വിവാഹത്തിന് തയ്യാറാകണമെന്നും ചഞ്ചൽ ഉപദേശിക്കുന്നത്. ആദ്യ വിവാഹം തന്നെ കയ്പ് നിറഞ്ഞതായതോടുകൂടി ഇനിയൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ലെന്ന് പ്രിയ പറയുന്നു. എന്നാൽ ഒരു വിവാഹ ജീവിതം അങ്ങനെ ആയെന്ന് കരുതി മറ്റെല്ലാം അങ്ങനെ ആകണമെന്ന് നീ കരുതരുത് എന്ന് ചഞ്ചൽ പറയുന്നു. തുടർന്ന് പ്രിയയെ കാണാനെത്തിയ പ്രിയയുടെ സഹോദരിയും ഇതേ അഭിപ്രായം പറഞ്ഞതോടുകൂടി മനസ്സില്ലാ മനസ്സോടെ പ്രിയ മാട്രിമോണിയിൽ തന്റെ പേര് രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷെ അതിലൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. തനിക്ക് ഭർത്താവായി വരുന്ന വ്യക്തി തന്റെ കുഞ്ഞെ സ്വന്തം കുഞ്ഞായി വളർത്തണം എന്നതായിരുന്നു ആ കണ്ടീഷൻ. എന്നാൽ ആ നിബന്ധന അനുസരിച്ച് ആരും തന്നെ പ്രിയയെ സമീപിക്കുന്നില്ല. ഇതിലൊന്നും തളരാതെ ഇതൊന്നും വലിയ കാര്യമാക്കി എടുക്കാതെ പ്രിയ തന്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നു. തന്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തണം എന്നത് മാത്രമായിരുന്നു ആ അമ്മയുടെ ഒരൊറ്റ ലക്ഷ്യം. അങ്ങനെ ഇരിക്കെയാണ് 2015 ഒരു ജൂൺ മാസം പ്രിയ തന്റെ മകളുടെ ബുക്ക് ബൈൻഡ് ചെയ്യാനായി ഒരു ബൈൻഡിങ് ഷോപ്പിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് അമിത് ഗുജാർ എന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു. ബൈൻഡിങ് ആൻഡ് പ്രിന്റിംഗ് കോൺടാക്ട് എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. കണ്ട മാത്രയിൽ തന്നെ പ്രിയയ്ക്ക് അയാളെ ഇഷ്ടപ്പെടുകയും അവർക്കിടയിൽ ഒരു സൗഹൃദം ഉടലെടുക്കുകയും ചെയ്തു. ബൈൻഡ് ചെയ്ത ബുക്ക് തിരികെ വാങ്ങാനായി പോയ പ്രിയയെ അമിത് തന്റെ കാറിൽ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോഴാണ് പ്രിയ ഒരു സിംഗിൾ മദർ ആണെന്നും അമിത് അൺമാരീഡ് പേഴ്സൺ ആണെന്നും ഇരുവരും തിരിച്ചറിയുന്നത്. അങ്ങനെ അവർ പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറുന്നു. നിരന്തരമായ ചാറ്റിലൂടെയും മെസ്സേജിലൂടെയും കോളിലൂടെയും അവർക്കിടയിൽ ഒരു പ്രണയം ഉടലെടുക്കുന്നു. നിന്റെ മകളെ വളർത്തേണ്ട ഉത്തരവാദിത്വം എന്റേതാണെന്ന് അമിത് പറഞ്ഞതോടുകൂടി പ്രിയയ്ക്ക് അമിതിനോടുള്ള പ്രണയവും സ്നേഹവും വർദ്ധിക്കുന്നു. അങ്ങനെ പ്രിയ ഈ കാര്യം ചഞ്ചലിനോടും പ്രിയയുടെ സഹോദരിയോടും പറയുന്നു. അവർ ഇതിൽ വളരെയധികം സന്തോഷിക്കുന്നു. തുടർന്ന് 2015 നവംബറിൽ പ്രിയയും അമിതും വിവാഹിതരാകുന്നു. മീററ്റിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ടേക്ക് താമസം മാറുകയും ചെയ്യുന്നു. അമിത് പ്രിയയുടെ മകളെ വളരെ സന്തോഷത്തോടു കൂടി അവൾ ആഗ്രഹിച്ച ബീച്ചിലും പാർക്കിലും അങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോയി വളർത്തുന്നു. വളരെ ഒരു ഹാപ്പി ആയ ലൈഫാണ് അവർ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രിയ ആഗ്രഹിച്ചതുപോലെ പ്രിയയുടെ മകൾക്ക് നല്ലൊരു അച്ഛനായിരുന്നു അമിത്. ഇത് മാത്രമല്ല, പ്രിയയ്ക്ക് ചിലവിനായി പൈസ കൊടുക്കുകയും പ്രിയയുടെ മകളെ ഏറ്റവും നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുകയും ചഞ്ചലുമായി ടൈം സ്പെൻഡ് ചെയ്യാൻ പ്രിയയ്ക്ക് അനുവാദം നൽകുകയും അങ്ങനെ എല്ലാം തന്നെ അമിത് ചെയ്യുന്നു. വളരെ നല്ല അച്ഛനായിരുന്നു അമിത്. തുടർന്നും അവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു. 4 വർഷത്തിന് ശേഷം അമീർ നഗർ എന്ന സ്ഥലത്ത് അമിത് സ്വന്തമായി വീട് പണിയുകയും പ്രിയയും കുഞ്ഞുമെത്ത് അവിടെ താമസം മാറുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാം വളരെ സന്തോഷത്തോടു കൂടി പോയിരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഒരു ദിവസം പ്രിയയെയും കുഞ്ഞിനെയും കാണാതാവുന്നത്. പിന്നീട് നടന്നതെല്ലാം നാടകീയമായ സംഭവങ്ങളായിരുന്നു. കാണാതായ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് തനിക്കൊരാളെ സംശയമുണ്ടെന്ന് ചഞ്ചൽ പറയുന്നു. അത് മറ്റാരുടെയും പേരായിരുന്നില്ല, അമിതിന്റെ പേരായിരുന്നു. അതിനൊരു കാരണവും ഉണ്ടെന്ന് ചഞ്ചൽ പറഞ്ഞു. അതെന്തെന്നാൽ പുതിയ വീട്ടിലേക്ക് താമസം മാറി 2 ആഴ്ചകൾക്ക് ശേഷം
പ്രിയയുടെ ഒരു ഫോൺ കോൾ വരുന്നു. ചഞ്ചല കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ പ്രിയ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അമിതും നിരന്തരം മദ്യപിച്ചിട്ട് വരുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ മേൽ എനിക്കൊരു സംശയമുണ്ടെന്നുമായിരുന്നു. തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെ ചൊല്ലി നിരന്തരം അദ്ദേഹം എന്നെ നിർബന്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു അന്ന് പ്രിയ. ഇത് കേട്ട് ഞെട്ടലോടെ ചഞ്ചൽ അമിതിനെ വിളിച്ച് കാര്യം അന്വേഷിച്ചു. അപ്പോൾ അമിത് പറഞ്ഞത്, താൻ അവളോട് വളരെ കാഷ്വൽ ആയാണ് സംസാരിക്കുന്നത്, ഒരു കാര്യത്തിനും ഞാൻ അവളെ നിർബന്ധിക്കാറില്ല, പിന്നെ കുടിച്ചത് അത് ജോലി സ്ഥലത്തുള്ള ആളുകൾ എന്നെ നിർബന്ധിച്ച് കുടിപ്പിച്ചതാണ് എന്നെല്ലാമായിരുന്നു. ചഞ്ചല ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്: ഒരു വിവാഹ ജീവിതം തന്നെ അവൾക്ക് അത്രയേറെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു, നീയും അത്തരത്തിൽ ഒരു കഷ്ടം അവൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ താൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് അമിത് ചഞ്ചലിന് ഉറപ്പ് നൽകുകയാണ് ചെയ്തത്. പിറ്റേന്ന് രാത്രി പ്രിയയെ വിളിച്ച ചഞ്ചലിന് പ്രിയയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ പ്രിയയോട് സംസാരിക്കാൻ സാധിക്കാതെ വരികയും ഉടൻ തന്നെ ചഞ്ചൽ അമിതിനെ വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അമിത് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഞാനും പ്രിയയും തമ്മിൽ ഒരു ചെറിയ വഴക്കുണ്ടായി, അതിനെ തുടർന്ന് പ്രിയ കുഞ്ഞിനെയും എടുത്ത് ഇനി ഒരിക്കലും ഈ വീടിന്റെ പടി ചവിട്ടില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇപ്പോൾ ഞാനും അവളുടെ കോളിനായി വെയിറ്റിംഗ് ആണെന്നാണ് അയാൾ പറഞ്ഞത്. അടുത്ത ദിവസം രാത്രി വരെയും ചഞ്ചൽ നിരന്തരമായി പ്രിയയെ കോൾ ചെയ്തു, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഉടൻ തന്നെ അമിതിനെ വിളിച്ച് പ്രിയ എത്തിയോ എന്ന് ചോദിച്ചു. ഇതുവരെയും അവൾ എത്തിയില്ല എന്ന മറുപടിയാണ് അമിത് പറഞ്ഞത്. അതോടുകൂടി ഒന്നും ചിന്തിക്കാതെ ചഞ്ചൽ വേഗം തന്നെ പ്രിയയുടെ സഹോദരിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഉടനെ തന്നെ പ്രിയയുടെ വീട്ടിലേക്ക് പോകണമെന്ന് ഇരുവരും തീരുമാനിച്ചു. വെറും 7 കിലോമീറ്റർ മാത്രമാണ് ചഞ്ചലിന്റെ വീട്ടിൽ നിന്നും പ്രിയയുടെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ആ സമയത്ത് ഇന്ത്യയിൽ ഉടനീളം ലോക്ക്ഡൌൺ ആയതിനാൽ അവർക്ക് ആ ദിവസം പോകാൻ കഴിയാതെ വരികയും പിറ്റേ ദിവസം, അതായത് മാർച്ച് 31 പ്രിയയുടെ വീട്ടിലെത്തുകയും ചെയ്തു. അപ്പോൾ അവിടെ അമിത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്നാണ് ഇരുവരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയതും അമിതിനെതിരെ കംപ്ലൈന്റ് കൊടുത്തതും. ഉടൻ തന്നെ ചോദ്യം ചെയ്യുവാനായി അമിതിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ അമിത് പറഞ്ഞത്, താനും പ്രിയയും തമ്മിൽ കഴിഞ്ഞ ദിവസം ഒരു വഴക്കുണ്ടായി, അതേ തുടർന്ന് പ്രിയ ഒരു കത്തിയെടുത്ത് തന്റെ കൈ മുറിച്ചു, എന്നിട്ട് കുഞ്ഞിനെയും എടുത്ത് വീട് വിട്ടിറങ്ങി. എന്നിട്ട് അമിത് തന്റെ കയ്യിലുള്ള മുറിവ് പോലീസിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ പോലീസ് അമിതിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു. ആ സമയത്താണ് ചഞ്ചൽ, എനിക്ക് ഇത് മാത്രമല്ല സാർ, ഇനിയും പറയാനുണ്ടെന്ന് പറഞ്ഞു തുടങ്ങുന്നത്. ഒരു ദിവസം പ്രിയ അമിതിന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ ആ ബാഗിൽ നിന്നും ഒരു ഖുറാൻ പുസ്തകം കണ്ടെത്തിയിരുന്നത്രേ. മാത്രമല്ല അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ പതിച്ച ഒരു ID പ്രൂഫ് ഉണ്ടായിരുന്നു. ആ ID പ്രൂഫിൽ അമിതിന്റെ പേര് സംഷാദ് എന്നായിരുന്നു. ചഞ്ചലിൽ നിന്നും ഇതെല്ലാം മനസ്സിലാക്കിയ പോലീസ് അമിതിന്റെ പ്രസിൽ പോയി അവനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അവന്റെ യഥാർത്ഥ പേര് സംഷാദ് ആണെന്നും അവൻ ഓൾറെഡി വിവാഹിതനാണെന്നും മനസ്സിലാക്കിയത്. അങ്ങനെ അന്വേഷണം ഒരു വശത്തേക്ക് പോയിക്കൊണ്ടിരിക്കെ പോലീസ് അമിതിന്റെ വീട്ടിന് ചുറ്റുമുള്ള ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിലൊന്നും തന്നെ പ്രിയ വഴക്കിട്ട് ഇറങ്ങിപ്പോകുന്നതായ ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഉടൻ തന്നെ പോലീസ് അമിതിന്റെ വീട്ടിലെത്തി അമിതിനെ അറസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് ചോദ്യം ചെയ്യേണ്ട രീതിയിൽ അവനെ ചോദ്യം ചെയ്യുകയും വീട് പരിശോധിക്കുകയും ചെയ്യുന്നു. പിന്നീട് അമിത് അന്ന് നടന്ന ഓരോ കാര്യങ്ങളും പോലീസിനോട് പറയാൻ തുടങ്ങി. പ്രിയയെ കണ്ട അന്ന് തന്നെ പ്രിയയെ എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ച് മുസ്ലിം ആക്കണമെന്ന് അമിത് തീരുമാനിക്കുന്നു. അവന്റെ ആദ്യ വിവാഹം മറച്ചു വെച്ച് അവൻ പ്രിയയെ വിവാഹം കഴിക്കുന്നു. തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം പ്രിയയോട് ഇപ്പോൾ പറഞ്ഞാൽ പ്രിയ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കി 4 വർഷം അവളോടൊത്ത് സുന്ദരമായ ദാമ്പത്യ ബന്ധം തുടർന്നതിന് ശേഷം പ്രിയയോട് ഓരോ കാര്യങ്ങളും പറയുന്നു. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ പ്രിയ അമിതിന്റെ ഓരോ തീരുമാനത്തെയും എതിർക്കുന്നു, വിസമ്മതിക്കുന്നു. സംഭവം നടന്ന മാർച്ച് 28 പ്രിയ തന്നെ പറ്റിച്ച് വിവാഹം ചെയ്തതിന് അമിതിനോട് വഴക്കിടുന്നു. അമിത്, അതിനെന്താ, എനിക്ക് ആദ്യമേ വിവാഹം കഴിഞ്ഞതാണ്, അതിനൊരു കുഴപ്പവുമില്ല, നീ ഒരു മുസ്ലിമായി മാറിയേ പറ്റൂ എന്ന് പ്രിയയെ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷെ പ്രിയ അതിന് വഴങ്ങുന്നില്ല. ആ ദിവസം തന്നെയാണ് പ്രിയ ചഞ്ചലിനെ വിളിക്കുന്നതും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. ഉടൻ തന്നെ ചഞ്ചൽ അമിതിനെ വിളിക്കുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു. എന്നാൽ വളരെ സമാധാനപൂർവ്വം ചഞ്ചലിനോട് സംസാരിച്ച അമിത് കോൾ കട്ട് ചെയ്യുന്നു. പിന്നീടാണ് അവന്റെ ഉള്ളിലെ പിശാച് ഉണർന്നത്. അവൻ പ്രിയയുടെ കയ്യിലെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി. എന്നിട്ട് അവളെ ക്രൂരമായി മർദ്ദിച്ചു. ദേഷ്യം സഹിക്കാനാവാതെ പ്രിയ അടുക്കളയിലേക്ക് പോവുകയും ഒരു കത്തി എടുത്ത് അമിതിന്റെ കൈ മുറിക്കുകയും ചെയ്തു. തുടർന്ന് അമിത് ആ കത്തി ബലമായി പിടിച്ചു വാങ്ങുകയും അവളുടെ 2 കൈകളും പുറകിലേക്ക് ബന്ധിക്കുകയും ചെയ്തു. എന്നിട്ട് കാലുപയോഗിച്ച് അവളുടെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. അമിതിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയ പ്രിയ കാല് തെറ്റി തറയിൽ വീണു. എന്നിട്ടും അവൻ അവളെ വിട്ടില്ല. അവളുടെ കഴുത്ത് ബലമായി അവൻ അമർത്തി ഞെരിച്ചുകൊണ്ടിരുന്നു. ഉടനകം തന്നെ പ്രിയ മരണപ്പെടുകയും ചെയ്തു. എന്നിട്ടും ദേഷ്യം അടക്കാനാവാതെ അമിത്
കിടപ്പുമുറിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന പ്രിയയുടെ കുഞ്ഞിനെ ഒരു സാരി ഉപയോഗിച്ച് കഴുത്തിനെരിച്ചു കൊന്നു. അങ്ങനെ രണ്ടാളെയും അതിവിദഗ്ധമായി കൊന്നതിന് ശേഷം ഈ രണ്ട് ഡെഡ് ബോഡിയും എങ്ങനെ മറവ് ചെയ്യണമെന്ന് അവൻ ആലോചിച്ചു. ക്രൈം ത്രില്ലർ സിനിമകൾ ആസ്വദിച്ച് കണ്ടിരുന്ന അവന് ദൃശ്യം സിനിമയുടെ ക്ലൈമാക്സ് ആണ് അപ്പോൾ ഓർമ്മ വന്നത്. ഡെഡ് ബോഡി പോലീസ് സ്റ്റേഷനിൽ മറവ് ചെയ്തതുപോലെ തന്റെ വീടിന്റെ കിടപ്പുമുറിയിൽ തന്നെ ഈ രണ്ട് ഡെഡ് ബോഡിയും മറവ് ചെയ്യാൻ അവൻ തീരുമാനിച്ചു. തുടർന്ന് 5 അടി ആഴത്തിൽ ഒരു കുഴിയെടുക്കുകയും പ്രിയയുടെയും കുഞ്ഞിന്റെയും ഡെഡ് ബോഡിയും അവൾ ഉപയോഗിച്ചിരുന്ന പേഴ്സ്, ഫോൺ എന്നിവയും അതിലിട്ട് മൂടി. എന്നിട്ട് അതിനു മുകളിൽ ഒരു കട്ടിലും വെച്ചു. ഇത്രയും കേട്ടതിന് ശേഷം പോലീസ് വീട്ടിലെത്തി ആ കുഴി തോണ്ടി 2 ഡെഡ് ബോഡിയും പുറത്തെടുത്ത് പ്രിയയുടെ പാരന്റ്സിന്റെ DNA ഒത്തുനോക്കുന്നു. അപ്പോഴാണ് മരിച്ചത് പ്രിയയും കുഞ്ഞുമാണെന്ന് വ്യക്തമാകുന്നത്. പിന്നീട് കോടതിയിലെത്തിയ ഈ കേസ് ഇന്നും വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാൽ പ്രിയ തന്റെ ആദ്യ ഭർത്താവ് രാജീവിൽ നിന്നും വേർപിരിഞ്ഞ് പാരന്റ്സിനടുത്ത് എത്തിയപ്പോൾ തന്നെ അവളോട് ക്ഷമിച്ച് അവളെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നും പ്രിയയും കുഞ്ഞും ജീവനോടിരുന്നേനെ.